വെക്കാം. രണ്ട് യുവതികൾ ആരെങ്കിലും ഒന്ന് സ്റ്റേജിലിട്ട് വരാമോ? രണ്ടുപേരും വരാമോ? ഒന്ന് വരും. ഒരാളൂടി വരൂ. ആ ചേച്ചി വരൂ, കുഴപ്പമില്ല. എന്താ മേഡം പേര്? ദീപ. സ്ഥലം കോഴിക്കോടാണ് അല്ലേ? ഇവിടെ എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ഇവിടെ ഹസ്ബൻഡ്. ഓക്കെ. അപ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ചത് നമ്മുടെ സാബു ചേട്ടനെ വരുമ്പോൾ പറഞ്ഞു ഇവിടെ വടംവലിയൊക്കെ വെച്ചിട്ടുണ്ട്, എന്നാലും ഒരു ചെറിയ വടംവലി നിങ്ങൾ നടത്തണം, ഒരു ചെറിയ സമ്മാനം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു കയറുണ്ട് കേട്ടോ, ഒരു 1.5 മീറ്റർ കയറാണ്. അപ്പോൾ 2 പേരോടൊന്ന് വലിച്ചിട്ട് ഇതിൻ്റെ വില ഒന്ന് പരീക്ഷിച്ച് നോക്കും. അപ്പോൾ ആരും വീഴുകയും ചെയ്യരുത്, വീഴിപ്പിക്കുകയും ചെയ്യരുത്. ഒന്ന് വലിച്ചു നോക്കൂ. നല്ല വടംവലിക്കുള്ളൊരു പ്രൈസ് 10,000 രൂപ സ്ഥാപിച്ചിട്ട് തരും. ഓക്കെ, ഒന്ന് വലിച്ചു നോക്കൂ. വലിക്ക്. ആ പോരെ. അങ്ങനെ അത്ര വലിയ വേണ്ട. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അതിനു വേണ്ടിയല്ല വിളിച്ചത്. പിന്നെ ഒന്ന് കെട്ടാം, കെട്ടാൻ മതി. ഓക്കെ, ഇവിടെ ഒരാൾ രണ്ടായില്ലേ? ഓക്കെ, ഒരു പിടിച്ചൂര് നന്നായിട്ട് മുറുകി എൻ്റെ കൈ വെച്ച് കെട്ടും. മുറി കെട്ടിക്കും, നല്ല ടൈറ്റ്. ആ കെട്ടിക്കോ. കെട്ടു. നല്ല ടൈറ്റ്. ഒരു നോട്ട് ഇടൂ. ഒരു കെട്ടു. എന്നെ കിട്ടുന്ന കാര്യമല്ല, കയറ് കിട്ടുന്ന കാര്യം പറഞ്ഞത്. എന്റെ മുഖത്ത് ഒന്നര കെട്ടിക്കോ. എന്തൊരു ഉത്സാഹം കെട്ടാൻ. മതിയോ? ഒന്നര കെട്ടണോ? അല്ല, ഒന്നര കെട്ടിക്കോ, കുഴപ്പമില്ല. മതിയോ? ടൈറ്റായല്ലോ, നല്ല ടൈറ്റായല്ലോ. ഇപ്പോൾ എത്ര മിനിറ്റായി എത്ര മിനിറ്റ് എടുക്കുന്നുണ്ടാവും ടിക്കറ്റ് കിട്ടാൻ? 2 മിനിറ്റ്. ഇതെനിക്ക് ഇളക്കാൻ എത്ര മിനിറ്റ് വരും? 5 മിനിറ്റ് തരും അല്ലേ? 1 സെക്കൻഡ്. അതങ്ങനെ അവർ 2 മിനിറ്റ് കൊണ്ട് 2 കൈയും കാലും കൂടെ കെട്ടിയിട്ടേക്കുക. ഒന്ന് വിട്ടേ നോക്കട്ടെ, ഞാൻ ഇളക്കാൻ പറ്റും നോക്കട്ടെ. ഒരു കാരണവശാലും ഇളക്കാൻ പറ്റില്ല. ഞാൻ അത്ര നല്ല ടൈറ്റ്. കാരണം ഞാൻ സ്ത്രീകളെ വിളിച്ചത് അവരാകുമ്പോൾ ഇത്തിരി ഒരു മനസാക്ഷിയോടെ കെട്ടുമെന്ന് വിചാരിച്ചാൽ അവരെ വിളിച്ചത്. ഒരു മനസാക്ഷിയില്ല. കെട്ടിട്ട് അങ്ങേയറ്റം 4 കെട്ട് കെട്ടി വെച്ചില്ല. ഇനി എങ്ങനെ ഇളക്കുന്നത്? ഇളക്കാൻ സത്യമായിട്ട് ഒരു രക്ഷയില്ല. ഇങ്ങനെ ഒരു കാര്യം ചെയ്യും. അതിൻ്റെ ബാക്കിൽ ഒരു കോട്ട് കിടക്കും. ബാക്കിൽ ആ കോട്ട് കിടക്കും. അതിനെന്തെങ്കിലും ഉണ്ടാകും നോക്കാം. ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ല. ഓക്കെ, അതിൻ്റെ ഒരു കൈ കെട്ടി പിടിച്ചോളൂ. അതിൻ്റെ ഒരു കൈ കൊടുക്കും. ഒരു കൈ ഫ്രണ്ടിൽ വാ. ഇവിടെ ഫ്രണ്ടിൽ വാ. ഫ്രണ്ടിൽ വന്നിട്ട് തിരിച്ചു പിടിക്കുന്നുണ്ട്. മനസ്സിലായിട്ട് എന്നിട്ട് ഞാൻ 1, 2, 3 എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? കോട്ട് ഇട്ട് മൂടിയ ശേഷം ഒരാൾ പുറത്താം. കോട്ടിട്ട് മൂടണം. ഇവിടെ നിൽക്കുന്ന ആൾ അപ്പുറം, അവിടെ നിൽക്കുന്ന ആൾ പുറത്താം. ഓക്കെ, അപ്പോൾ മുടിക്കും. ചേച്ചി പോകോ. കോട്ട്. അത് ഞാൻ പറയുന്നത് പോലെ കറക്റ്റാണ്. കാരണം മൂടുന്നതും വരുന്നത് ഒരുപോലെ ആയിരിക്കണം. ചേച്ചി മൂടുക. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾ അവിടെ നിൽക്കുന്ന ആൾ ഇവിടെ. അപ്പോൾ മൂടും പിടിക്കും. എല്ലാം കൂടാണ് അത് കെട്ടിലും. ആ കെട്ടിൽ പിടിച്ച് ചേച്ചിപ്പുറം ഒരാൾ മൂടുക. അത് 2 ലഭിക്കും. മൂടിയിട്ട് ഒരാൾ വരണം. അങ്ങനെയല്ല. ഒരാൾ പ്രോഗ്രാം 2 പേരെ പിടിക്കുക. അങ്ങനെ പിടിച്ചിട്ട് പെട്ടെന്ന് മൂടിയിട്ട് മൂടി ചേച്ചിപ്പുറം വരണം. അപ്പൊ ഇതാണ് ഇപ്പൊ മൂടിപ്പോ തന്നെ ഒരാൾ കൈ അഴിച്ചോ? കൈ അഴിച്ചോ? ഇല്ല. എപ്പോഴും ഒരു വിരളോ? അതെങ്ങനെ? ഇവിടെ കണ്ട ഒരു വിരളം ഇപ്പോഴും വെള്ളം വരില്ല. ചേച്ചി കണ്ടോ കെട്ടിട്ടത്? ഇല്ല.
ഒന്നുമില്ലല്ലോ.